ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് അറിയാവുന്നത് പോലെയാണ് ഞാൻ വെക്കുന്നത്. ആരും കുറ്റം പറയരുത്. വലിയ അറിവൊന്നുമില്ല, അറിയാവുന്നതുപോലെ വയ്ക്കാം. ഇപ്പം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ ചതച്ച് വെച്ചേക്കുക, അത് ആവശ്യത്തിന് വേണം. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുക, അത് ആവശ്യത്തിന് വേണം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ്, പിന്നെ തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചേക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും വേണം. അടുത്തത് കടുക് വേണം. പിന്നീട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളൊന്നും അധികം എരിവ് കൂട്ടത്തില്ല, അതുകൊണ്ട്. സവാള നമ്മളുടെ ആവശ്യത്തിന്, ചിക്കൻ അനുസരിച്ച് ആവശ്യത്തിന് എടുത്ത് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ ചിക്കൻ ഇല്ലാതെ എന്ത് ചിക്കൻ കറിയല്ലേ. ആദ്യം തന്നെ നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചിക്കൻ കറി വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിനകത്തെ വെള്ളമയം എല്ലാം പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. നമ്മുടെ കടുവെല്ലാം പൊട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ചൊവ്വ മൂത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റണം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലതായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റണം. കാരണം എന്താ ഫ്രണ്ട്സ്, തേങ്ങ മൂത്തപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് കിടക്കുന്ന തിളയ്ക്കുന്നതാണ് എന്ത് ഭംഗിയാന്ന് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് കിട്ടും. നമ്മൾ രാത്രിയിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇടാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം എടുത്ത് വെച്ചേക്കുന്നത് ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കളറ് കണ്ടാലും പേടിക്കണ്ട, കാശ്മീരി മുളക് പൊടി മാത്രമായതുകൊണ്ട് നമ്മൾ എരിവിന് വേണ്ടി ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ എരി കൂടും, അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല. ഒരല്പം കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, പക്ഷെ പോരാത്ത ഉപ്പ്, സവാളയുടെ കൂടെ നേരത്തെ നമ്മൾ ഉപ്പിട്ടായിരുന്നു, പോരാത്ത ഉപ്പ് അല്പം ഇപ്പോൾ ഇടുന്നു. നമുക്കിനി ഇതൊന്ന്
തിളച്ച ചിക്കൻ കറി ഒന്ന് അടച്ചു കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വേവട്ടെ, പിന്നീട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.